ഈ അടുത്ത് കണ്ട ഒരു നല്ലൊരു കൊറിയൻ പടമായിരുന്നു ഫോളോയിങ്. 2024 വന്നിട്ടുള്ളൊരു സിനിമ. എനിക്ക് തോന്നി ഇത് ഈ സിനിമ എല്ലാവരും കാണണം എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഈ വീഡിയോ. ഈ സിനിമ ഒരു മിസ്റ്ററി ത്രില്ലർ തന്നെയാണ്. കുറേ ഈ ട്വിസ്റ്റ് ടേൺ നമ്മൾ ഈ കൊറിയൻ സിനിമയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ സിനിമയിലുണ്ട്. ഇത് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിൻ്റെ കഥയാണ്. അയാൾ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റ് ആണെങ്കിലും അയാളൊരു ബേസിക്കലി ഒരു സൈക്കോ ആണ്. ഒരു കുട്ടി സൈക്കോ. അയാൾക്കൊരു എന്ത് സൈക്കോ തരാണ് അയാൾ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, അയാൾ ഈ റിയൽ എസ്റ്റേറ്റ് ഒരു ഏജൻറ്റ്, ഒരു ബ്രോക്കറാണല്ലോ. സോ ഈ വിൽക്കാനുള്ള വീടുകളുടെ കീ ഇയാളുടെ അടുത്തുണ്ടാവും. അപ്പോൾ ഇയാൾ ഈ വീടുകളിൽ പോയിട്ട് അവിടെയുള്ള ചെറിയ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ട് വരാമെന്ന് വേണമെങ്കിൽ പറയാം. അത് കൊണ്ടുവന്നിട്ട് അയാളുടെ ഒരു റൂമുണ്ട്. അതിൽ എന്താ പറയുക, ഈ മെഡൽ പോലെ വെക്കുന്നതാണ് അയാളുടെ ഒരു സൈക്കോ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. സോ അയാൾ പെട്ടെന്ന് ഇമ്പ്രസ് ആവുന്ന അല്ലെങ്കിൽ അട്രാക്റ്റ് ആവുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഒരു യൂട്യൂബറെന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്തായാലും പറയാം അതൊക്കെ ആയിട്ടുള്ള ഹാൻ സോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണ്. ആ പെൺകുട്ടീനെ ഇയാൾ ഫോളോ ചെയ്യണം. അവർക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ട്, ഭയങ്കര ഒരു ഫേമസ് ആണ്. സോ അവരെ ഫോളോ ചെയ്യണം. അവരെ ഫോളോ ചെയ്തിട്ട് അയക്ക് വരുന്ന ലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആൻസോറ ഇയാളുടെ അടുത്ത് തന്നെ വരികയാണ് ഒരു എന്താ റിയൽ എസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന്, അവരുടെ വീടിൻ്റെ കീയും കൊണ്ട്. അപ്പം ഈ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റായിട്ടുള്ള നമ്മൾ ഹീറോ, അയാൾക്ക് കിട്ടിയിട്ടുള്ളൊരു ലോട്ടറിയാണ്. അപ്പം അവർ വീട്ടിൽ പോവാണ്, അവരുടെ തിങ്സൊക്കെ എടുത്ത് നോക്കുന്നു, എല്ലാ പരിപാടിയും ചെയ്യുന്നു. പക്ഷേ ആ ഒരു ട്വിസ്റ്റ്, മേജർ ട്വിസ്റ്റ് അതിൽ നമ്മളുടെ ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു ദിവസം അവർ ഇല്ലയെന്ന് വിചാരിച്ച് അവർ വീട്ടിൽ കയറുമ്പം ഇയാൾ കാണുന്നത് ഈ ഹാൻസോറ, ഈ ഇൻഫ്ലുവൻസറുടെ ഡെഡ് ബോഡിയാണ്. മൾട്ടിപ്പിൾ കുത്തുകളേറ്റ് കിടക്കുന്ന അവരുടെ ബോഡിയാണ് ഇയാൾ കാണുന്നത്. അതിനുശേഷം സംഭവിക്കുന്ന ട്വിസ്റ്റ് ടേണ്, അയാൾ എന്തു ചെയ്യുന്നു, ഇയാൾ പോലീസിൽ പറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെയാണ് സിനിമ. സോഷ്യൽ മീഡിയ എത്ര ഒരു വിഷമാണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കാര്യമല്ല പറയുന്നത്. നമ്മൾ പറയുമ്പോൾ ഒരാളെ പറയുമ്പോൾ ജനറലൈസ് ആക്കുകയല്ല. സോ എത്രത്തോളം വിഷം അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവണം. കാരണം ഇതൊരു സൊസൈറ്റി, നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് അങ്ങനത്തെ ഒരു ചുറ്റുപാടാണല്ലോ. ഇതെനിക്ക് തോന്നുന്നത് ചില വേറെ ലാംഗ്വേജുകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു കണ്ടൻറ് ഈ സിനിമയിലുണ്ട്. കാരണം ഇതൊക്കെ വളരെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മളെ കേരളത്തിൽ ഇങ്ങനത്തെ സിനിമകളൊന്നും എടുത്തില്ല എന്ന് തോന്നിപ്പോയി. കാരണം ഇതൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ തോന്നിച്ചു ഇങ്ങനത്തെ തോട്ടുകൾ നല്ല തോട്ടാണല്ലോ, ഇതൊന്നും ആർക്കും എന്താ തോന്നാത്തതെന്നും തോന്നിപ്പോയി. സോ ഈ സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ട് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ സിനിമയെ പറ്റിയിട്ടുള്ള റെലവൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് ഇങ്ങനത്തെ സിനിമകൾ മലയാളത്തിൽ വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നിപ്പോയി. എന്തായാലും ഇനിയിപ്പം ആരെങ്കിലും കൊറിയൻ സിനിമയാണല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും ഏതെങ്കിലും മലയാള സിനിമയിൽ വന്നുകൂടായില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമ എന്തായാലും മലയാളത്തിൽ റീമേക്ക്, അല്ലെങ്കിൽ തമിഴിലോ മലയാളത്തിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഏതിലെയോ ഒന്നിൽ റീമേക്കായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ വളരെ നല്ല സിനിമയാണ്. സ്റ്റാർട്ട് ടു എൻഡ് നമ്മളെ ഗസ് ചെയ്യിപ്പിക്കുന്ന, അത് ഒരു പക്ഷേ നമ്മൾ ഗസ് ചെയ്താലും അതിൻ്റെ മുകളിലും ഒരു കൈൻഡ് ഓഫ് ഒരു ഗ്രിപ്പുള്ള ഒരു സ്റ്റോറിയും പിന്നെ അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വളരെ നല്ല വൃത്തിക്ക് സിനിമയിലുണ്ട്. എവിടെയും ബോറടിക്കുന്നില്ല. അതുകൊണ്ട് കൊറിയൻ സിനിമ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ സിനിമ കാണാൻ പറ്റും. ഭയങ്കര ബ്ലഡ് കോരുന്ന സിനിമയിലില്ല, കുറവാണ്. പിന്നെ അങ്ങനെ വലിയ അങ്ങനത്തെ എന്താ പറയുക ഓക്വേർഡായിട്ടുള്ള സീൻസ് ഒന്നുമില്ല. അതുകൊണ്ട് 18+ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും സിനിമ കാണാം. അതുകൊണ്ട് എൻഗേജിങ് ആയിട്ടുള്ള സിനിമയാണ് വാർഫെയർ 2025. അത് പ്രത്യേകിച്ച് ചില തിയേറ്ററിലൊക്കെ ഓടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അത് ബുക്ക് മൈ ഷോയിലൊക്കെ ചില തിയേറ്ററുകളിൽ കാണിക്കുന്നുണ്ട്. സോ ഇത് 2025 വന്നിട്ടുള്ള സിനിമയാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. ഇത് പറയുന്നത് ഈ റമാദി എന്ന് പറഞ്ഞിട്ട് ഇറാഖിലുള്ള ഒരു ലൊക്കേഷനാണ്. അവിടെ 2006 നടന്നിട്ടുള്ള ഒരു മിലിറ്ററി എന്താ പറയുക ഓപ്പറേഷൻ്റെ ഒരു സിനിമയാണ്. സോ ഈ സിനിമ വേണമെങ്കിൽ നമുക്ക് 2007 വന്നിട്ടുള്ള നമ്മളുടെ മേജർ രവിൻ്റെ മിഷൻ 90 ഡേയ്സ് എന്നുള്ള സിനിമേൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പൊടിക്ക്
കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. പക്ഷേ അത് എവിടെയാണ് ഇത് എവിടെയാണ് ഞാൻ ജസ്റ്റ് ഒരു പ്ലോട്ടിൻ്റെ ഒരു സിമിലാരിറ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ആ സിനിമ പോലെ അല്ല അത് കുറച്ചും കൂടി ഹോളിവുഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പൈസയൊക്കെ അവർ ഇറക്കുമല്ലോ. എന്തായാലും ഈ 2006 നടന്നിട്ടുള്ള ഇറാഖിൽ റമാദിയിൽ നടന്നിട്ടുള്ള ഒരു ബാറ്റിലിനെ പറ്റിയിട്ടാണ് സിനിമ പറയുന്നത്. ഇതിൽ അങ്ങനെ ഒരു കഥ എന്ന് പറയാനൊന്നുമില്ല. വെച്ചാൽ ബേസിക്കലി ഒരു മിലിറ്ററി ഓപ്പറേഷനാണ്. ഒരു വീട് തിരഞ്ഞെടുത്ത് ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അവർ ശത്രുപക്ഷത്തുള്ള ആൾക്കാരെ നിരീക്ഷിക്കുന്നതും അവർ തിരിച്ചടിക്കും തിരിച്ചടിക്കുന്നതൊക്കെയാണ് സിനിമ. പക്ഷേ ഈ സിനിമ ഭയങ്കര ഒരു റിയലിസം കലർന്നൊരു സിനിമയാണ്. ഇപ്പം ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഉണ്ടല്ലോ, 2004-2006 വന്ന സിനിമ. ആ സിനിമയിലുള്ള ഒരു ഡയലോഗുണ്ട്. അതായത് എന്താണ്, ഓംപുരി ചോദിക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ വാർ എന്ന് പറഞ്ഞത് മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത്. അത് ഒരു മിലിറ്ററിക്കാരനോട് ചോദിക്കൂ എത്ര മോശമാണെന്നുള്ളത്. അയാൾക്കാണ് ഏറ്റവും കൂടുതൽ അത് അറിയാമെന്നുള്ളത് ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗിനെ എന്താണ് റിയലാക്കുന്ന ഒരു പടമാണിത്. സോ എന്തായാലും വാർ എന്താണെന്നുള്ള കാര്യം ഈ സിനിമ ഭയങ്കര വൃത്തി കാണിച്ചു തരുന്നുണ്ട്. ഇത് ഒരു ഭയങ്കര ട്വിസ്റ്റ് ടേണ്, ഭയങ്കര ഒരു എന്താണ്, അങ്ങോട്ട് ബോംബെറിയുന്നു ഇങ്ങോട്ട് ബോംബെറിയുന്നു, മറ്റേ സ്റ്റൈലിഷ് എന്താ പറയുക സ്ലോ മോഷൻ ജംപ്സ് അങ്ങനെയൊന്നുമില്ല. സിനിമ വളരെ റോ ആണ്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചിലപ്പം കാണാൻ പറ്റാത്തതായിട്ടുണ്ടാവാം. അതുകൊണ്ട് ഇത് അങ്ങനെ ഭയങ്കര ബ്ലഡ് അങ്ങനെ, അതായത് നമ്മളുടെ രക്തവും മാംസവും ഒക്കെ ഭയങ്കര പച്ചയ്ക്ക് കാണിച്ചു തരുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് എല്ലാവർക്കും പറ്റിയൊരു സിനിമയല്ല. അതുകൊണ്ട് ഈ സിനിമ ഒന്ന് ഇതിൻ്റെ സിനോപ്സിസൊക്കെ വായിച്ച് അല്ലെങ്കിൽ IMDb ഒന്ന് പോയി ഒക്കെ ഒന്ന് പരതിയതിൻ്റെ ശേഷം കാണുന്നത് വളരെ നന്നായിരിക്കും. ഈ ചില സിനിമകളുണ്ടല്ലോ, ഇപ്പം പറയുന്നുണ്ടെങ്കിൽ ഹാർട്ട് ലോക്കർ, അല്ലെങ്കിൽ ലോൺ സർവൈവർ, അല്ലെങ്കിൽ 0 Dark 30, ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും ഇത്. കാരണം ഇത് കുറച്ച് സ്ലോ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. പക്ഷേ ഇതിൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ്റെ റിയലായി ഷൂട്ട് ചെയ്ത പോലെ ഉണ്ട് ഈ സിനിമ. സോ എന്തായാലും ഈ വാർഫെയർ സിനിമ കാണും. ഇതുപോലത്തെ വേറെ ഏതെങ്കിലും സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.